ورحمة الله تعالى وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن المنافقون يخادعون الله وهو خادعهم. صدق الله العظيم. സർവ്വാദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, മറ്റെൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അത്യന്തം നിന്ദിച്ച ഒരു വിഭാഗമാണ് മുനാഫിക്കുകൾ. അഥവാ ലാഹിരിയായി ഇസ്ലാമിൻ്റെ എല്ലാ അടയാളങ്ങളെയും കൊണ്ടു നടക്കുകയും ബാത്തിനായി കുഫ്രിയത്ത് മാത്രം വെച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരക്കാരെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിലും തിരുഹദീസിലും ധാരാളം പ്രാവശ്യം കാണാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ അവതരിച്ച ഒരു ഹദീസാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ വിശ്വമാനവികതയുടെ വിമോചകനായ നബി മുഹമ്മദ് മുസ്തഫ, അടിച്ചമർത്തപ്പെട്ട അറബി സമൂഹത്തിന്റെ പുനരുദ്ധാരകനായ നബി മുഹമ്മദ് മുസ്തഫ, കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ സമുദ്ധാരകനായ നബി മുഹമ്മദ് മുസ്തഫ, അതേ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ കാര്യങ്ങളുണ്ടല്ലോ, ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യനിലുണ്ടോ, അതേ ഈ പറയുന്ന 4 കാര്യങ്ങൾ ഏതൊരു മനുഷ്യനിലുണ്ടോ അവൻ മുനാഫിഖൻ ഖാലിസാ, അതേ അവൻ തനിച്ച മുനാഫിക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പരിശുദ്ധ ഖുർആനിൽ മനുഷ്യരെ 3 വിഭാഗങ്ങളായി വേർതിരിക്കുന്നു. ഒന്ന് മുഅ്മിനീങ്ങൾ, രണ്ടാമതായി കാഫിരീങ്ങൾ, അതേ അവിശ്വാസികൾ, മൂന്നാമതായി ഈ 2 വിഭാഗത്തെയും, ഈ കാഫിരീങ്ങളെയും അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെയും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും മൂന്നാമതൊരു വിഭാഗമുണ്ട്, അവരാണ് മുനാഫിക്കുകൾ. അവർ പരസ്യമായി മുസ്ലിങ്ങളാണ്. അതേ മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ അവർ പ്രവർത്തിക്കും, അവർ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കും, അവർ നിൽക്കുന്നത് പോലെ, അവർ സക്കാത്ത് നൽകുന്നത് പോലെ അവർ നൽകും. എന്നാൽ ഇവരുടെ ഹൃദയാന്തരങ്ങളിൽ അതേ കുഫ്രിയത്ത് അടങ്ങിയിരിക്കുകയാണ്. അവരാണ് കപടവിശ്വാസികൾ. വിശുദ്ധ ഖുർആൻ അതേ സൂറത്ത് തൗബയിലെ ആദ്യത്തെ സൂക്തങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാം. ആദ്യത്തെ 2 ആയത്തുകളിൽ തൗബ, സൂറത്ത് ബഖറയുടെ ആദ്യത്തെ 2 ആയത്തുകളിൽ പറയുന്നു, മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്നു. പിന്നീടുള്ള 4 ആയത്തുകളിൽ കാഫിരീങ്ങളെ കുറിച്ച് പറയുന്നു. അതിനുശേഷം വരുന്ന 12ഓളം ആയത്തുകളിൽ ഇത്തരക്കാരായ മുനാഫിക്കുകളെയാണ് പരിശുദ്ധമായ ഖുർആൻ പ്രതിപാദിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ ഇത്തരക്കാരെ തിരിച്ചറിയാൻ ധാരാളം അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സൂറത്ത് തന്നെ അൽ മുനാഫിഖൂൻ എന്ന പേരിൽ. കാരണം അവരെ തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. മുനാഫിക്കീങ്ങൾ അവർ 2 രൂപത്തിലാണ്. ഒന്ന് അമലിയായ മുനാഫിഖ് അഥവാ വിശ്വാസപരമായ മുനാഫിക്കുകൾ. 2 പ്രവൃത്തിയിൽ കർമ്മത്തിൽ കാണിക്കുന്ന മുനാഫിക്കുകൾ. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്ന പരിശുദ്ധമായ ഖുർആന്റെ ആയത്തിന് തെളിവാണ്. ഇന്നൽ മുനാഫിഖീന, തീർച്ചയായും മുനാഫിക്കുകൾ ഉണ്ടല്ലോ, ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, അതെ ഈ മുനാഫിക്കുകൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വെക്കുന്നു. ഈ ആയത്ത് പറഞ്ഞത് വിശ്വാസപരമായ മുനാഫിക്കുകളെ കുറിച്ചാണ്. അതായത് ഇന്ന് കേരളത്തിൽ, ഇന്ന് നമ്മുടെ നാടുകളിൽ സുലഭമായി കണ്ടുവരുന്ന തബ്ലീഗ് ജമാഅത്ത്, മുജാഹിദ്, പുത്തൻവാദ പ്രസ്ഥാനക്കാർ, ഇവർ തനിച്ച മുനാഫിക്കുകളാണ്. ഇവരുടെ ഹൃദയാന്തരങ്ങളിൽ കുഫ്രിയത്താണ് അടങ്ങിയിരിക്കുന്നതെന്ന്, കുഫ്രിയത്ത് മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. ഇത്തരക്കാർ കേവലം ഈ കാലത്ത് മാത്രമല്ല, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും ഉണ്ടായിരുന്നു ഇത്തരക്കാർ. അവർ ആരംഭ റസൂലുള്ളാഹി തങ്ങളോട് അവർ ഒപ്പം യുദ്ധത്തിന് പോകുമായിരുന്നു, അവർ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുമായിരുന്നു. ഇത്തരക്കാരായ മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നു? അദ്ദേഹം മദീന പള്ളിയിൽ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ആ മദീനത്ത് പള്ളിയിൽ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ആ പള്ളിയിലെ സഫ് നേരെയാക്കുന്ന, ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരുടെ സഫ് നേരെയാക്കുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം നിസ്കാരങ്ങളിൽ കൃത്യമായി ചിട്ട വെച്ച് പുലർത്തുന്ന വ്യക്തിയായിരുന്നു.
എന്നാൽ അദ്ദേഹത്തെ പേര് പരാമർശിക്കാതെ അത്യന്തം നിന്ദിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വലാ തുസല്ലി അലാ അഹദിൻ മാത അബദാ. നിങ്ങൾ അദ്ദേഹത്തിന് മയ്യിത്ത് നിസ്കരിക്കരുത്, കേട്ടോ, നിങ്ങൾ അദ്ദേഹത്തിന് മയ്യിത്ത് നിസ്കരിക്കരുത്. ഇത് ഇത്തരക്കാരെ മുനാഫിക്കുകളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിലും തിരുസുന്നത്തുകളിലും ധാരാളം അടയാളങ്ങൾ കാണാൻ സാധിക്കും. അതാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്ന 4 അടയാളങ്ങൾ. ഒന്നാമത്തെ അടയാളം, ഇദാ ഹദ്ദസ കദബ. അവർ എന്ത് ചെയ്യും? അവർ സംസാരിക്കുമ്പോൾ കളവ് പറയുമത്രേ. അവർ എന്ത് പറഞ്ഞാലും അതിൽ കളവ് കണ്ടെത്തും. ഇദാ ഹദ്ദസ കദബ, അവർ എന്ത് പറഞ്ഞാലും കളവ് കണ്ടെത്തും. ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ വ ഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ. അതേ, കളവ് പറയുന്നവൻ തെമ്മാടിയാണ്, കളവ് പറയുന്നവൻ തെമ്മാടിയാണെന്ന്. രണ്ടാമത്തെ അടയാളം, വൈദാ ആഹദ ഗദറ. ഒരു ഉടമ്പടി ചെയ്താൽ അവർ അത് ലംഘിക്കും. മുനാഫിഖീങ്ങളുടെ രണ്ടാമത്തെ അടയാളമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൈദാ ആഹദ ഗദറ. അതേ, അവരൊരു ഉടമ്പടി ചെയ്താൽ അവർ അത് ലംഘിക്കുമത്രേ. മൂന്നാമത്തെ അടയാളമായിട്ട് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വഇദാ വഅദ ഗദറ. അവർ എന്ത് ചെയ്താൽ, ഒരു ഉടമ്പടി ചെയ്താൽ അവർ ലംഘിക്കും. മൂന്നാമത്തെ അടയാളമായിട്ട് പറയുന്നു, വഇദാ വഅദ അഖ്ലഫ. അവരൊരു വാഗ്ദാനം ചെയ്താൽ അതും ലംഘിക്കും. ഉടമ്പടി ചെയ്താൽ അതും ലംഘിക്കും, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. നാലാമത്തെ അടയാളമായിട്ട് മുത്ത് റസൂലുള്ളാഹി പറയുകയാണ്, വഇദാ ഖാസമ ഫജറ. അവരുമായി സൗഹൃദം മുറിഞ്ഞാൽ അവർ നിങ്ങളെ പറ്റി അനാവശ്യങ്ങൾ പറയും. നാളിതുവരെ നിങ്ങളോട് എല്ലാ പ്രവർത്തികളിലും കൂടെ നടന്നവർ, ഒരിക്കൽ നിങ്ങളുമായി അവർ സൗഹൃദം മുറിഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അവർ എന്ത് ചെയ്യും? നിങ്ങളെ പറ്റിയുള്ള അനാവശ്യങ്ങൾ പറഞ്ഞു നടക്കുകയുണ്ടാവും. ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യനിലുണ്ടോ, അവൻ മുനാഫിക്കാണ്. കഴിഞ്ഞില്ല. അതിൽ നിന്നൊരു കാര്യമുണ്ടെങ്കിലോ, കാനത് ഫീഹി ഖുല്ലത്തും മിനൻ നിഫാഖി. അതേ, നിഫാഖിൽ നിന്നൊരു കാര്യമുണ്ട്. അതേ, കാപട്യത്തിൽ നിന്നൊരു കാര്യമുണ്ട്. ഹത്താ യദഅഹാ, അതൊഴിവാക്കുന്നത് വരെ. ഈ 4 അടയാളങ്ങളും സമ്മേളിച്ച വ്യക്തി, അദ്ദേഹം അതിൻ്റെ ആ 4 അടയാളങ്ങൾ ഒഴിവാക്കിയാൽ അവൻ മുനാഫിഖ് എന്ന ആ പരിധിയിൽ നിന്ന് നാം വിട്ടുകടക്കും, അവൻ മുഅ്മിനായിട്ട് മാറുമെന്ന് നമുക്ക് ഹദീസിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഹദീസിൽ പ്രകാരം കാണാൻ സാധിക്കും, വഇദാ സല്ലാ, അവർ കൃത്യമായി നിസ്കരിക്കുന്നവരാണെങ്കിലും, വസാമ, അവർ നോമ്പ് അനുഷ്ഠിക്കുന്നവരാണെങ്കിലും, വസഅമ, അവർ വാദിക്കുന്നവരാണെങ്കിലും, അൻഹു മുസ്ലിം. അതേ, അവർ കൃത്യമായി നോമ്പ് അനുഷ്ഠിക്കുന്നു, അവർ കൃത്യമായി നിസ്കാരം നിലനിർത്തുന്നു, അവർ എന്ത് ചെയ്യുന്നു? വാദിക്കുന്നു. അൻഹു മുസ്ലിം, അതേ, ഞാൻ മുസ്ലിമാണെന്ന് വാദിക്കുന്നു. അന്നെങ്കിലും മുനാഫിഖൻ ഹാലിസ്, അവൻ തനിച്ച മുനാഫിഖാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരംഭ റസൂലുള്ളാഹി തങ്ങൾക്ക് മുനാഫിഖുകളെ തിരിച്ചറിയാൻ പ്രത്യേക ഒരു കഴിവുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പള്ളിയിൽ മസ്ജിദ് നബിയിൽ മയ്യിത്ത് നിസ്കരിക്കാൻ കൊണ്ടുവന്നാൽ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അത്രേ. മഹാനായ ഹുദൈബത്ത് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നുണ്ടോ എന്നാണ് അദ്ദേഹം നോക്കുക. കാരണം മുനാഫിഖുകളെ കൃത്യമായി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹുദൈബത്ത് എന്ന സഹാബി വര്യന് ഹുദൈബത്ത് ബിൻ യമാർ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അവരെന്താണ് മുനാഫിഖുകളെന്നും അവരെ പറ്റിയുള്ള ആ മദീനയിൽ അന്ന് ജീവിച്ച മുനാഫിഖുകളെ പറ്റി ഹുദൈബത്ത് ബിൻ യമാർ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആദരവായ റസൂലുള്ളാഹി തങ്ങൾ. ഈ മുനാഫിഖ് എന്നത് വളരെ അത്യന്തം മോശപ്പെട്ട ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് അല്ലാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ വിഭാഗക്കാരെ അത്യന്തം അകറ്റിയതാണ്. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ്, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. അതേ, ഈ മുനാഫിഖുകളുണ്ടല്ലോ, അവർക്ക് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്, അവർ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണെന്ന്. കാരണം അവർ ഇസ്ലാമായി നിലകൊള്ളുകയും അവർ മുസ്ലിങ്ങളുടെ എല്ലാ വേഷവിധാനങ്ങളെയും അനുകരിക്കുകയും അലങ്കരിക്കുകയും ചെയ്യുന്നതോടൊപ്പം അവർ ഇസ്ലാമിനെ കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധമായ മതത്തെ അവർ കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്വഭാവത്തെ മഹാന്മാരായ ഹദീസിന്റെ പണ്ഡിതന്മാർ അമലിയായ മുനാഫിക്ക് പ്രവർത്തനത്തിൽ കപടത കാണിക്കുന്നവരെന്നാണ് വിശേഷിപ്പിച്ചത്. ഇവർ വിശ്വാസത്തിൽ മുനാഫിക്കുകൾ അല്ലെങ്കിലും സാധാരണ സ്വഭാവത്തിൽ മുനാഫിക്കുകളുള്ളവരാണ്. അവർ കാഫിർ അല്ലെങ്കിലും അത്രയ്ക്കും അത് മോശപ്പെട്ട സ്വഭാവമാണ് ഈ മുനാഫിക്ക് എന്നത്. പ്രിയമുള്ളവരെ,
നമ്മളിൽ ഈ സ്വഭാവം അടങ്ങിയിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സംസാരങ്ങൾ നാം കൃത്യത വരുത്തണം. നമ്മൾ കളവ് പറയാൻ പാടില്ല. കളവ് പറയരുത് എന്നുമ്മ ചൊന്നാരേ. നമുക്കറിയാം മഹാനായ ഗൗസുൽ തങ്ങളുടെ തങ്ങളെ കുറിച്ച് നമ്മുടെ തഴ ഉസ്താദ് പാടി വെച്ച ബൈത്ത്. അതൊക്കെ നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുന്ന സംഗതികളാണ്. നമ്മൾ കളവ് പറയാൻ പാടില്ല. നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ എന്ത് പുലർത്തണം? ഒരാൾ നമ്മളെ വിശ്വസിച്ചാൽ നമ്മൾ ആ വിശ്വാസം തിരിച്ചും പുലർത്തണം. വിശ്വസിക്കപ്പെട്ടവരെ അനാവശ്യം പറയരുത്. അള്ളാഹു ഇത്തരത്തിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.